कर्नाटक से आराम हो आप कैसे हो എന്താ വെച്ചാ താജ് സുൽത്താൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ താജ് സുൽത്താൻ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മളടുത്ത സ്പോട്ട് എവിടെയാണ്? മാറണ്ടോ, ഡ്രൈവർ ഒന്ന് ചേഞ്ച് ആയിട്ടോ. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നലെ നൈറ്റ് ഫുഡൊക്കെ അടിച്ച് രാത്രി വന്നു, നല്ല ഉറക്കം ഉറങ്ങി. ഇപ്പോൾ ടൈം 10 മണിയായി. നല്ല ഉറക്കമായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. ഇനി നമ്മൾ വിജയപുര കുറച്ച് സ്പോട്ടിൽ പോകുന്നുണ്ട്, അതും കൂടി കവർ ചെയ്തിട്ട് നമുക്ക് 2:50 ട്രെയിൻ, നാട്ടിലേക്കുള്ള ട്രെയിന്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം, എങ്ങനെ ഉണ്ടാവും നോക്കാം. ഓക്കെ. ഹായ് ഗായ്സ്, നമ്മൾ പുറത്തിറങ്ങി. ഇതാ ബസ് സ്റ്റാൻഡിലൂടെ, നമ്മളെ റൂം അവിടെ തന്നെയാണ്, ബസ് സ്റ്റാൻഡിലൂടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളടുത്ത സ്പോട്ട് എവിടെയാണ്? സ്പോട്ട് സർപ്രൈസ് ആണ്. പ്രഗ്ദീഷ് ബ്രോ പറയുന്നത് സർപ്രൈസ് ആണാ. ഓക്കെ, പോയി നോക്കാം നമുക്ക്. ഓക്കെ, நெக்ஸ்ட் வாரணாசி போகிறது கண்டிப்பாக ஃபுல்லாக வெயிட்டில் கவர் பண்ணணும். இன்னும் வெயிட் நம்ம எது பார்க்க போகிறேன்? ഗൈസ്, നമ്മൾ വിജയപൂരിൽ ഇബ്രാഹിം റോസ பார்க்க தான் போயிட்டு இருக்கேன். നമ്മുടെ തമിഴ് അവിടെയാണ് നമ്മൾ പോകാൻ പോണത്. ഗൈസ്, വാവ്, അടിപൊളിയായിട്ടില്ലേ? നമ്മൾ ഇബ്രാഹിം റോസയിലാണ് വന്നിരിക്കുന്നത്. അടിപൊളി കേട്ടോ. നമ്മൾ അവിടെ ടിക്കറ്റ് എടുക്കണം. எப்படி இருக்குடா? அது அங்க இருந்து டிக்கெட் எடுத்து இந்த இந்த வழியிலே போகணும், அந்த വഴി. ഗൈസ്, ഇവിടെ ടിക്കറ്റിന് റേറ്റ് ഇന്ത്യൻസിന് 25 രൂപയാണ്. അതൊരു ഫോറിനേഴ്സ് വരാന്നുണ്ടെങ്കിൽ 300 ആണ്. ലാസ്റ്റ് എന്നാ തുപ്പിക്കാം. இப்போதான் கொஞ்சம் எல்லாம் பேசி பண்ணக்கூடாது. நீட்டாக நடந்து ഫുള്ള് ഫോട്ടോഷൂട്ടിലാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇബ്രാഹിം റോസേൻ്റെ എൻട്രൻസിലെത്തി. ഇതാ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പോയി നോക്കാം. ഇവിടുത്തെ ഒരു വ്യൂ ഞാൻ കാണിച്ചു. നമ്മൾ ചെപ്പൽസ് ഒക്കെ ഇതാ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഏതാണ്? ഇതാണ് മാറണ്ടോ. നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിലുള്ളത്. ഓക്കെ, അടിപൊളിയാ. ഗായ്സ്, ഇതാണ് ഇവിടുത്തെ വ്യൂ. ഒരു രക്ഷയില്ല കേട്ടോ. നൈസ്. ഭായ്, ഇത് നമ്മളെ സ്വന്തം ഭായിയാണ്, ഇവിടുത്തെ പരിചയപ്പെട്ട ഭായിയാണ്. ഭായ്, നാം ക്യാ ഹൈ? हुसैन। हुसैन? हाँ। हुसैन भाई, क्या हाल है? कर्नाटक से आराम हो आप कैसे हो? എന്തൊക്കെ കർണാടക സൂപ്പർ. अच्छा अच्छा, बहुत अच्छा है. तुम किधर, कर्नाटक से किधर से? इधर बीजापुर से. ओके. ये इधर गोल गुम्बज है और इब्राहिम रोजा, ये इब्राहिम रोजा है, अभी बहुत फेमस प्लेसेस है। मैम फिर गोल गुम्बा. हाँ, गोल गुम्बज.
आदिल शाह आदिल वो शाह। बना के ये गया। रेलवे स्टेशन के पास है। हाँ, हाँ। गोल गुम्बज और उपली बुरुज। कल कल बादामी गया। हाँ, बादामी बादामी, हाँ। बादामी हम्पी। हाँ हाँ, इधर पे ना इंडिया का सेकंड ताजमहल बोले तो गोल गुम्बज को माना। ओके। इंडिया का सेकंड ताजमहल ना कर्नाटक के विजयपुर शहर में है गोल गुम्बज, जिसे इंडिया का सेकंड ताजमहल कहा जाता है। इंडिया का सेकंड ताजमहल जो विजयपुर कर्नाटक शहर में है गोल गुम्बज, उसे आदिल शाह ने बनाया था। ഓക്കെ ഓക്കെ സുഖമല്ലടാ ആ ചെറുക്കനാണ് എന്തൊക്കെയാ പറഞ്ഞെന്നോ ഒന്നും മനസ്സിലായില്ല. कितने क्लास में पढ़ता है? मैं फर्स्ट ईयर हूँ। फर्स्ट ईयर। हाँ। फर्स्ट ईयर हाँ, क्या डिग्री है? नहीं ए? आर्ट्स। है आर्ट्स। आर्ट्स। चल भाई ओके। जाता हूँ मैं इंस्टा पे फॉलो किया है। हाँ फिर मिलेंगे। हाँ, ഓക്കെ. वो डांस वीडियो മറ്റേ മത്സ്യത്തൊഴിലിൽ എന്ത് സംഭവം വരും? അതെന്താ വെച്ചാൽ നമ്മൾ ഈ കയറി ചെല്ലുമ്പോൾ റൈറ്റ് കാണുന്നത് പള്ളി, അതിൻ്റെ ഇപ്പുറത്ത് കാണുന്ന ലെഫ്റ്റ് സൈഡായിട്ട് കാണുന്നത് നമ്മുടെ താജ് സുൽത്താൻ, താജ് സുൽത്താനാക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു താജ്മഹൽ പോലത്തെ ഒരു സ്മാരകം. അപ്പോൾ മരിക്കുമ്പോൾ അവിടെ മറവ് ചെയ്യുക എന്നൊരു രീതിയിലാണ് ശരിക്കും അത് ഉണ്ടാക്കിയേക്കണത്. പക്ഷേ സംഭവം എന്താ വെച്ചാൽ താജ് സുൽത്താനെ മരിക്കുന്നതിന് മുമ്പ് തന്നെ താജ് സുൽത്താൻ മരിച്ചിട്ടുണ്ടായിരുന്നു. ഇതില് എനിക്ക് വായിച്ചപ്പോ അങ്ങനെ കിട്ടിയേ. അപ്പൊ അങ്ങനെ സുൽത്താനും അപ്പൊ അതിലാരൊക്കെ മറവ് ചെയ്തിരിക്കണ വെച്ചാല് താജ് സുൽത്താൻ വൈഫ്, സുൽത്താന്റെ മദറും സിസ്റ്ററും പിന്നെ 2 മക്കളെയാണ് അവിടെ മറവ് ചെയ്തിട്ടുണ്ട്. ഇത്രയും പേരാണ് അവിടെ ഉള്ളത്. പിന്നെ ഇതിന്റെ ബൗണ്ടറീസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ കിച്ചണ്, ടോയ്ലറ്റുകളൊക്കെ ഇതിന്റെ ബൗണ്ടറീസ് മതിലുകളുണ്ടല്ലോ അതങ്ങനെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത്രേ ഉള്ളൂ ശരിക്കും. നമ്മളെ ഡ്രൈവർ ഒന്ന് ചേഞ്ച് ആയിക്കണം കേട്ടോ. അതന്നോട് പറഞ്ഞിട്ട് പറത്തണോ വണ്ടി പറത്തണം. ഓരോ വണ്ടിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ പോണം. നമ്മൾ ഇബ്രാഹിം റോസിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുക. നേരെ നമ്മളെ റൂമിൻ്റെ അടുത്തുള്ള ഹോട്ടലിലേക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ എല്ലാ ഹിസ്റ്ററി മൊത്തം പറഞ്ഞോ. ഹിസ്റ്ററി പറയുന്നതിൽ ചിരിച്ചില്ല. നമ്മൾ ഇന്നലെ വന്ന ഹോട്ടലിൽ തന്നെ വന്നതാണ്. നല്ല ഫുഡ്, നല്ല അടിപൊളി ഫുഡാണ്. നമുക്ക് കഴിച്ചു നോക്കാം. നമ്മളെന്താ ഓർഡർ ചെയ്ത ഫുഡ്? ചിക്കൻ റൈസ്. ചിക്കൻ റൈസ് ആണ്. അഫോർഡബിൾ ആൻഡ് ഹെൽത്തി അല്ല, മോസ്റ്റ് അഫോർഡബിൾ ആൻഡ് വയറ് നിറയുന്ന ഓപ്ഷൻ പിന്നെ ദിസ് ഏരിയ. ഗായ്സ്, നമ്മളൊരു ഡെസ്റ്റിനേഷനിൽ പോയി വന്നു. ഇനി നമ്മൾ റൂമിൽ പോവാണ്, ബാഗ് എടുത്ത് ഇറങ്ങും. അടുത്തൊരു ഡെസ്റ്റിനേഷനും കൂടി ഉണ്ട്. അത് അതിൻ്റെ അടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് ബാഗ് എടുത്ത് അടുത്ത ഡെസ്റ്റിനേഷൻ അടുത്ത വീഡിയോ.